ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടൊരു ഭാഗമാണ് സച്ചിയുടെ സുഹൃത്ത് പ്രവീൺ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ ചേട്ടൻ്റെ വിവാഹം വിളിക്കുന്നുണ്ടല്ലേ. എന്നാൽ ആ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, വിവാഹ സമയത്ത് അനിയനായി നീ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്, അല്ലെന്നാണെങ്കിൽ ചേട്ടൻ കെട്ടാനിരിക്കുന്ന പെണ്ണ് നിന്റെ തലയിലാവും, ജീവിതാവസാനം വരെ നീ ആ ഒരു ബാധ്യത ചുമക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണെങ്കിലും വേദനിക്കുന്നത് രേവതിക്കാണല്ലേ. അതുമാത്രമല്ല സച്ചി സുഹൃത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്ന അതേ സമയം തന്നെ ഇതേ വിഷയം പറഞ്ഞ് ചന്ദ്രയും രേവതിയെ കുത്തി നോവിപ്പിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ രേവതിയെ വല്ലാതെ തന്നെ താഴ്ത്തുകയും ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ ഇരിക്കുന്ന രേവതിയുടെ അടുത്തേക്ക് സച്ചി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്ന സമയത്ത് താനിന്നൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ചന്ദ്രയും ശ്രുതിയും വർഷയും ശ്രീകാന്തും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലേ. എല്ലാവരോടായിട്ട് പറയുന്നത്, ഞാനിവിടുത്തെ വേലക്കാരിയല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചുണ്ടാക്കാനായിട്ട്, എന്നെ അങ്ങനെ കാണുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യപ്പെടുന്ന സമയത്ത് നിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്താണടാ, അവൾ കൃത്യമായ രീതിയിൽ ചികിത്സിക്കുക എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ടല്ലേ. ആ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്നെ വെറുതെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കുക, വെറുതെ എന്നോട് ദേഷ്യപ്പെട്ട് വരാൻ നിൽക്കണം, ഇന്ന് ഞാൻ ആർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരികയില്ല എന്നൊക്കെ രേവതി തറപ്പിച്ച് തന്നെ പറയുന്നുണ്ടല്ലേ. അപ്പൊ ഈ ഒരു സമയം തന്നെ ശ്രീകാന്ത് ശ്രുതിയും എല്ലാം തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ എല്ലാവരും പട്ടിണിക്കിട്ട് നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെട്ടിട്ടും കൂടിയാണ് പുറത്ത് പോകുന്നത്. അപ്പൊ ഇതിന് ശേഷവും നമ്മുടെ സച്ചി ശരിക്കും പറഞ്ഞ കഥ അറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയാണ്. സച്ചിക്ക് രേവതിയുടെ ദേഷ്യത്തിന് കാരണം എന്താണെന്ന് ഒന്നും തന്നെ അറിയില്ല. അപ്പൊ അതെല്ലാം ചോദിച്ചറിയുന്ന സമയത്താണ് തന്റെ സുഹൃത്തിനോട് താൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു. അതാണ് രേവതിക്ക് ദേഷ്യത്തിന് പിന്നിൽ നിന്ന് കരയുന്ന സമയത്ത് സച്ചി പറയുന്നത്, നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് രേവതി, ഒരു പിണക്കന്മാരെ ഇപ്പൊ വന്നതേ ഉള്ളൂ, അതിന് പിന്നാലെ നീ അടുത്ത പിണക്കത്തിനോട് മുതിരുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ടല്ലോ. അതിനുശേഷം ഒരു ഓട്ടത്തിന്റെ കോൾ വന്നിട്ട് സച്ചി രേവതിയോട് ഒന്നും മിണ്ടാതെ തന്നെ, അത് പിണക്കത്തിന്റെ ഭാവത്തിൽ തന്നെയാണ് സച്ചി പുറത്തേക്ക് പോകുന്നത്. കാർ സ്റ്റാൻഡിലേക്ക് ചെന്നതിന് ശേഷം സച്ചിയുടെ ദേഷ്യവും സ്വഭാവത്തിൽ വന്ന മാറ്റമൊക്കെ കാണുന്ന സമയത്ത് മഹേഷ് കാര്യം തിരക്കുന്ന സമയത്താണ് രേവതിയുമായിട്ടുള്ള പിണക്കത്തിലാണെന്ന് അറിയുന്നത്. ഈ ഒരു സമയത്ത് മഹേഷ് പറയുന്നത്, ഏതൊരു പെണ്ണിന്റെയും കയ്യിൽ വീഴ്ത്താനുള്ള ഒരു സൂത്രവിദ്യയുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമോ അത് അല്ലെങ്കിൽ മുല്ലപ്പൂവോ മേടിച്ചു കൊടുത്താലും മതി എന്ന് പറയണം. അങ്ങനെ നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് രേവതി അവിടെ ഇല്ല എന്നുള്ള കാര്യം അറിയുന്നത് അല്ലേ. രേവതിയുടെ വണ്ടിയൊന്നും എടുക്കാതെ ഇങ്ങോട്ടേക്ക് പോയി എന്നുള്ള ടെൻഷനിലാണ് നമ്മുടെ സച്ചിയുള്ള. ആ ഒരു സമയം തന്നെ കല്യാണമൊക്കെ കൂടിയിട്ട് രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രവിയോടായിട്ട് ചന്ദ്ര പറയാണ്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരു വാക്ക് പോലും മിണ്ടാതെ അവളെ വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്റെ സംസാരം കേട്ടതൊന്ന് രേവതി എന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്ന്, അവൾ എന്തെങ്കിലും ജോലിയുടെ കാര്യമായിട്ട് പുറത്തേക്ക് പോയതായിരിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വന്തം വണ്ടി പോലും എടുക്കാതെയാണ് അവൾ ജോലിയുടെ കാര്യത്തിന് പുറത്തേക്ക് പോയത്. ഇത് രാവിലത്തെ പ്രശ്നത്തിന്റെ ബാക്കിയാണെന്നൊക്കെ ചന്ദ്ര പറയും. ഇപ്പോൾ രാവിലെ എന്താ ഉണ്ടായതെന്ന് രവി ചോദിക്കുന്നുണ്ട്. രാവിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ സച്ചി വിശദമായി പറയുന്ന സമയത്ത് നിന്റെ നാക്കാണ് എല്ലാത്തിനും പ്രശ്നം, നിന്റെ നാക്കിന് എല്ലില്ല എന്ന് കരുതിക്കൊണ്ട് ആരെയും എന്ത് വിളിച്ച് പറയാനുള്ള നിന്റെ ഈ സ്വഭാവം തന്നെ മാറ്റണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി സച്ചിയെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സച്ചി ഇതുവരെയായിട്ട് രേവതി വരാത്തത് കൊണ്ട് തന്നെ രേവതിയുടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ രേവതി അവിടെയും വന്നിട്ടില്ല എന്നറിയുമ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കര സങ്കടവും ടെൻഷനൊക്കെ ആവുകയാണ്. അങ്ങനെ മഹേഷിനെയും കൂട്ടിക്കൊണ്ട് രേവതിയെ അന്വേഷിച്ചിറങ്ങുകയാണ് കേട്ടോ. പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും രേവതിയുടെ പരിചയക്കാരുടെ അടുത്തും എല്ലാം തന്നെ ചോദിക്കുന്നതിന്, അതിനിടയിൽ തന്നെ കടലിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയെന്നും ട്രെയിനിൻ്റെ ഇടയിൽ നിന്നൊരു ബോഡി കിട്ടിയെന്നൊക്കെ അറിയുന്ന സമയത്ത് ആകെ ടെൻഷനിലാണ് നമ്മുടെ സച്ചി ഓടി ചെല്ലുന്നത് കേട്ടോ. അവസാനം സച്ചി രേവതിയെ തന്നെ കണ്ടുപിടിക്കാനായില്ല എന്ന് രവിയോട് പറയുന്ന സമയത്ത്, ഒരു കാര്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുക, നമുക്ക് അവരുടെ സപ്പോർട്ടോടെ ഉണ്ടെങ്കിൽ രേവതിയെ കണ്ടുപിടിക്കാനാവുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ കാണാനില്ല എന്നുള്ള പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് അവിടെ ശരത്ത് നേരെ സച്ചിയുടെ എതിരായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഗാർഹിക പീഡനം തൻ്റെ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും അതിന് കാരണക്കാരൻ ചേച്ചിയുടെ ഭർത്താവാണെന്നും പറഞ്ഞുകൊണ്ടാണ് കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം തന്നെ സച്ചി തൻ്റെ ഭാര്യയെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സച്ചിയുടെ പെരുമാറ്റം കാണുമ്പോൾ സച്ചി നിരപരാധിയാണെന്ന് പോലീസുകാരന് മനസ്സിലായി. അദ്ദേഹം പറയുന്നുണ്ട്, 24 മണിക്കൂർ കഴിയാതെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനാവുകയില്ല, അതുകൊണ്ട് തന്നെ നാളെ കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് വന്നില്ല എന്നാണെങ്കിൽ ഇവിടെ പരാതി നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ തിരിച്ചയക്കുക കേട്ടോ. പോകുന്ന സമയത്ത് സച്ചിയും മഹേഷും കൂടി പലയിടങ്ങളിൽ വീണ്ടും രേവതി തിരക്കുന്നുണ്ട്. അവസാനം മഹേഷ് പറയാൻ, ഇനിയിപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നിന്നിട്ട് കാര്യമില്ല, നീ വീട്ടിൽ പോയി കടന്നിറങ്ങും, നമുക്ക് നാളെ നേരം വെക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച് തന്നെയാണ് സച്ചി വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് രേവതിയുടെ വണ്ടി ഇരിക്കുന്നത് കാണുമ്പോഴും തൻ്റെ കല്യാണ ഫോട്ടോ കാണുമ്പോഴെല്ലാം തന്നെ സച്ചി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ അമ്പലത്തിന് മുന്നിൽ ചെന്നിട്ട് സച്ചി കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എൻ്റെ രേവതി എനിക്ക് തന്നെ തിരിച്ചു കിട്ടണം, ഞാൻ അറിയാതെ എൻ്റെ വയലിൽ നിന്ന് പോയൊരു വാക്കാണത്, അവളെനിക്ക് ഒരു കാലത്ത് നഷ്ടപ്പെടരുത് എൻ്റെ ഈശ്വര, അതെനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പൊട്ടിക്കരയുന്ന സമയത്ത് മഹേഷാണ് സമാധാനിപ്പിച്ച് നിർത്തുന്നത്.
അങ്ങനെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം അതിന് ഫോട്ടോയിലൊക്കെ നോക്കി സച്ചി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുക്കളയിൽ നിന്ന് രേവതി ഇറങ്ങി വരുന്നത്. ഈ ഒരു സമയത്ത് സച്ചി തൻ്റെ ഉള്ളിലെ ദേഷ്യവും സങ്കടക്കാനും വേഗം തന്നെ രേവതിയുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നു, നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി ഇതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സച്ചി ഇതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ. രേവതിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും നേരമായിട്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ആ ഒരു സമയം തന്നെ ചന്ദ്രയും രവിയൊക്കെ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം രവി പറയുന്നുണ്ട്, രേവതി മോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ, നിന്നെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വേഗം തന്നെ സച്ചി രേവതിയെ ചേർത്ത് നിർത്തുകയാണ് കേട്ടോ. സങ്കടവും ദേഷ്യമൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേവതിനെ കെട്ടിപ്പിടിക്കുന്ന കാണുമ്പോഴത്തേക്കും സച്ചിക്ക് തന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് രേവതിക്ക് അറിയാമെങ്കിലും ആ ഒരു സമയത്തുള്ള സച്ചിയുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സറിഞ്ഞാണ് സച്ചി തന്നെ സ്നേഹിക്കുന്നതെന്ന് രേവതി മനസ്സിലാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതിനോട് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് താനിങ്ങനെ ഒരു അമ്പലത്തിൽ പോയതായിരുന്നു, അത്യാവശ്യമായിട്ട് ഒരു പൂമാലയുടെ ഓർഡർ വന്നു, പൂക്കൾ കെട്ടുന്ന ചേച്ചിമാർ തന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് താൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ ആരോടാണ് നീ പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. താൻ വർഷയോട് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയതെന്ന് രേവതി മറുപടി പറയുമ്പോഴത്തേക്കും വർഷയോട് പറഞ്ഞിട്ട് എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് തിരികെ വരുന്നത്. വന്നുടനെ തന്നെ രേവതി പുറത്തേക്ക് പോയാൽ നീ എന്താ വർഷ പറയാഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് രേവതി ചേച്ചി എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് വർഷ പറയുന്നുണ്ട്. രേവതി പറയില്ല, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, സച്ചിയനോട് വഴക്കായതുകൊണ്ട് സച്ചിയനോട് നീ തന്നെ പറഞ്ഞാൽ മതി, വരുമ്പോൾ അച്ഛൻ വരുന്ന സമയത്ത് അച്ഛനോട് ഞാൻ പൂക്കൾ കെട്ടാൻ പോയിരിക്കുകയാണ്, വരികയുള്ളൂ എന്ന് നിന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്ന് രേവതി പറയുന്ന സമയത്ത് സുധി വേഗം പറയണം, ഒന്നുകിൽ കള്ളം പറയുന്ന രേവതി ആയിരിക്കാം, അല്ലെങ്കിൽ കള്ളം പറയുന്ന വർഷയായിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും കള്ളം പറയേണ്ട ആവശ്യം തനിക്കില്ല എന്ന് രേവതിയും മാത്രമല്ല ഉള്ള സത്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്ന്, അങ്ങനെ കള്ളത്തരം കാണിച്ച് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് വർഷയും മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിമിഷം വർഷ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന സമയത്താണ് തനിക്ക് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് കോൾ വന്ന സമയത്താണ് രേവതി വന്നിട്ട് പറയുന്നത്, ഇങ്ങനെ അത്യാവശ്യമായിട്ട് ഓർഡർ വന്നിട്ടുണ്ട്, പൂക്കൾ തുന്നാൻ പോവുകയാണോ എന്ന് പറഞ്ഞത്. പക്ഷേ ആ ഒരു കാര്യം കേൾക്കാതെ തന്നെ തൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിൽക്കുന്ന സാറിനോടാണ് ആ ശരി എന്ന് നമ്മുടെ വർഷ പറയുന്നത്. അതായത് ഒരു രണ്ടുപേരും പരസ്പരം അറിയാതെ തന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. രേവതി പറഞ്ഞത് വർഷ കേട്ടുവെന്ന് രേവതി വിചാരിക്കുകയും ചെവിയിൽ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ശ്രുതിയും പരസ്പരം അങ്ങോട്ടേക്ക് പറയുന്ന ഒന്നും തന്നെ കേൾക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് രേവതി പുറത്തേക്ക് പോകുന്നത്, വീട്ടിലുള്ള വർഷയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗമാണ് നമുക്ക് വരാനിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.